ഹലോ. അപ്പോൾ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്, അക്കൗണ്ടിങ് ടേമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അക്കൗണ്ട്സിനകത്ത് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഓക്കെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? നോക്കാം. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ഹൈ കോസ്റ്റ് എക്സ്പെൻസ് ദാറ്റ് ഈസ് പെയ്ഡ് ഇൻ വൺ അക്കൗണ്ടിങ് പീരിയഡ് ബട്ട് ഈസ് ബെനഫിഷ്യൽ ഫോർ മൾട്ടിപ്പിൾ ഫ്യൂച്ചർ പീരിയഡ്സ്. അല്ലേ, കാര്യം പറയുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഓഫ് ദ എൻറ്റയർ എക്സ്പെൻസ് ഇൻ ദ കറൻറ്റ് ഇയർ, അല്ലേ, ഇൻ ദ ഇയർ ഇറ്റ് ഈസ് ഇൻകേർഡ്, the cost is spread over several years to match the revenue its help generate. എന്താ പറയുന്നത്? എന്ത് തരം എക്സ്പെൻഡിച്ചറിനെയാണ് അല്ലെങ്കിൽ ഏത് തരം എക്സ്പെൻഡിച്ചറിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഏത് തരം എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു എക്സ്പെൻഡിച്ചർ കാരണം കൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ, ഫ്യൂച്ചർ പ്രോഫിറ്റ് ജനറേഷൻ കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ അത്തരം എക്സ്പെൻഡിച്ചറിനെ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നെങ്കിലോ ഷോർട്ട് ടൈം പീരീഡൊക്കെ വരുന്ന എക്സ്പെൻസിനെ അല്ലേ, ഡേ ടു ഡേ വരുന്ന എക്സ്പെൻസിനെ എന്ത് വിളിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അത് രണ്ടുമല്ല. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഒരു കറണ്ട് ഇയർ അല്ലെങ്കിൽ ഒരു ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എക്സ്പെൻസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഫുള്ളായിട്ട് ആ എക്സ്പെൻഡിച്ചറിന് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ഇയറിൽ തന്നെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നോർമൽ എക്സ്പെൻസ് പോലെ അല്ലേ, റവന്യൂ എക്സ്പെൻസ് പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു എക്സ്പെൻസ് കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ അല്ലേ ഫ്യൂച്ചർ പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ എന്ത് പറഞ്ഞത്? ആ ഒരു എൻറ്റയർ എമൗണ്ട് എക്സ്പെൻസും ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ഇയറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫുള്ളായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. ഇന്ന് അതൊരു ഫിക്സഡ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യാനും പറ്റില്ല. അത്തരം എക്സ്പെൻഡിച്ചേഴ്സിനാണ് എന്ത് വിളിക്കുന്നത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഫീച്ചേഴ്സ് അല്ലേ? എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്? എന്താ പറയുന്നത്? ലാർജ് എക്സ്പെൻഡിച്ചർ ബട്ട് നോട്ട് ക്യാപിറ്റൽ ഇൻ നാച്ചർ അല്ലേ. അത് വലിയ എമൗണ്ടാണ്, എക്സ്പെൻഡിച്ചർ വലിയ എമൗണ്ടാണ്, പക്ഷെ എന്തല്ല ക്യാപിറ്റൽ നാച്ചുറൽ അല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ലാർജ് എമൗണ്ടാണ്, ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക? ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതല്ല. ഓക്കെ, ഇനി രണ്ടാമത് പോയിന്റ് എന്ന് പറയുന്നുണ്ട് ബെനഫിറ്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് വൺ അക്കൗണ്ടിങ് പീരീഡ്. ഈ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ കിട്ടുന്നുമുണ്ട്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നുണ്ട് ഇനീഷ്യലി റെക്കോർഡഡ് ആസ് ആൻ അസറ്റ് ആൻഡ് ദെൻ ഗ്രാജുവലി റിട്ടേൺ ഓഫ് ആസ് ആൻ എക്സ്പെൻസ്. എന്ത് പറയുന്നുണ്ട്? ആ ഒരു എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾക്ക് പോവാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം? പറഞ്ഞിട്ട് പോവാം. എന്ത് പറയുന്നുണ്ട്? ആ ഒരു എക്സ്പെൻസ് ഇനീഷ്യലി അതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഒരു അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ ആണോ? ദെൻ എന്ത് ചെയ്യും? അതിനെ ഓരോ വർഷം എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് അല്ലേ, നോർമൽ റവന്യൂ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ റൈറ്റ് ഓഫും ചെയ്യും. ഇനി ഫോർത്ത് പോയിന്റ് എന്ത് പറയുന്നുണ്ട്? അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ആൻ അസറ്റ് ആൻഡ് ഈസ് അമോർട്ടൈസ്ഡ് ഓവർ ടൈം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നുണ്ട്? എക്സാമ്പിളിലെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു മേജർ എക്സാമ്പിൾ. ഇതിനകത്തൊരു മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് എന്ത്? ഹെവി അഡ്വർടൈസിങ് കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. കേട്ടിട്ടില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരു കമ്പനി, എ ലിമിറ്റഡ്. ഓക്കെ, ഈ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എന്ത് ചെയ്യാണ്? അവിടെ ഒരു ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ കമ്പനി സ്പെൻസ് 8 lakh on aggressive advertising campaign to launch a new product. The benefit of this campaign will be seen for the next 4 years. എന്തിയാണ്? കമ്പനി എന്ത് ചെയ്യാണ്? ഒരു 8 lakh rupees എന്തിനു വേണ്ടിയിട്ട് കൊടുത്തു? അഡ്വർടൈസിങ് ക്യാമ്പയിൻ അല്ലേ. ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ കമ്പനീൻ്റെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റ് ചെയ്യണം അല്ലേ, ആൾക്കാർക്ക് എത്തിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? മീറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 8 lakh ആണ്. ഓക്കെ, എക്സാമ്പിൾ ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത് 2025 കൊടുക്കുന്നത്
നമ്മൾ ഈ ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എത്ര വർഷം കിട്ടും? 4 വർഷം കിട്ടും. ഓക്കെ, ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ക്യാമ്പയിൻ വിൽ ബി സീൻ ഫോർ ദ നെക്സ്റ്റ് 4 years എന്ത് ചെയ്യും, ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യാം? ഓക്കെ, എക്സ്പെൻസ് കൊടുത്തു. ഇനി ഈ 8 lakh rupees എക്സ്പെൻസ് കമ്പനി, എ ലിമിറ്റഡ് കമ്പനി എവിടെയാണിത് കാണിക്കുക? ഈ 2025 എക്സ്പെൻസ് ആയിട്ട് ഇതിനെ ഈ 8 lakh ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റ് കൊണ്ടുപോയിട്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഓക്കെ, പിന്നെന്താ ചെയ്യുക? നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തരം എക്സ്പെൻഡിച്ചറിനാണ് എന്ത് വിളിക്കുന്നത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് നോക്കണം? ഇതിനെ എങ്ങനെയാണ് ബുക്കിൽ ട്രീറ്റ് ചെയ്യുക, അല്ലെ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് 8 lakh ടു കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദ എക്സ്പെൻസ് ഈസ് റെക്കോർഡഡ് ആസ് എ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് അമോർട്ടൈസ്ഡ് ഓവർ 4 years. എന്താ പറഞ്ഞത്? എടാ, ഇതെന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഈ 8 lakh എൻ്റെ റുപ്പീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻഡിച്ചറായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? എടാ, ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? ആ ഒരു അസറ്റിന് എന്ത് ചെയ്യണം? അത് ഡിപ്രീഷ്യബിൾ ആയിരിക്കണം, അല്ലേ? അതൊരു ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറി പോലത്തെ അസറ്റ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല, ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഇതിൻ്റെ ബെനിഫിറ്റ് എത്ര വർഷത്തേക്കാണെന്ന് നോക്കാം. എത്ര വർഷത്തേക്കാണ്? ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത 8 lakh, അല്ലേ? ലിമിറ്റഡ് കമ്പനി ഈ മീറ്റ് ചെയ്ത എക്സ്പെൻസ് എത്ര? 8 lakhൻ്റെ ബെനിഫിറ്റ് എത്ര വർഷത്തേക്കുണ്ട്? 4 വർഷത്തേക്കുണ്ട്. ഓക്കെ, അപ്പോൾ 4 വർഷത്തേക്ക് എന്ത് ചെയ്യുക? ഈ ഒരു എക്സ്പെൻഡിച്ചറിനെ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറയാം, അമോർട്ടൈസ് ചെയ്യുക. ഓക്കേടാ, എന്ന് പറഞ്ഞാൽ എന്താണ്? 8 lakhനെ 4 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര വരും? 2 lakh വരും, അല്ലടാ. 8 lakh ഡിവൈഡ് ബൈ 4 എത്രയാണ്? 2 lakh പെർ ഇയർ എന്ത് ചെയ്യാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക. എന്താ പറഞ്ഞത്? എത്രയായിരുന്നു എക്സ്പെൻസ്? എത്രയായിരുന്നു ടോട്ടൽ എക്സ്പെൻസ്? എത്രയായിരുന്നു? 8 lakh, അല്ലേ? 8 lakh rupees. ഇതിൻ്റെ ബെനിഫിറ്റ് എത്ര വർഷത്തേക്കാണ്? 4 വർഷം. ഓക്കെ, അപ്പോൾ ഈ 8 lakhന് 4 വർഷത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 2 ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ 4 വർഷത്തിൽ ഇതിനെന്ത് ചെയ്യുക? ഈ 2 ലക്ഷത്തിന് എന്ത് ചെയ്യുക? ഓരോ വർഷം, അല്ലേ? ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4 എന്ത് ചെയ്യാണ്? എക്സ്പെൻഡിച്ചർ, അല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കാനാണ് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? എൻ്റെ എക്സ്പെൻസ് 8 lakh ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ട് ഇയർ 1 എന്ത് ചെയ്യരുത്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ലക്ഷം, അല്ലേ? അപ്പോൾ ഇയർ 1 നമ്മൾ എന്ത് ചെയ്തു? ഇയർ എക്സ്പെൻസ് കൊടുത്തു, 8 ലക്ഷം എക്സ്പെൻസ് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യണം? ഇയർ എൻഡിൽ 2025 ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം? ഈ 8 lakh എവിടെയെങ്കിലും കാണിക്കണം. ഒന്ന് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റെ 8 lakh കൊണ്ടുപോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ 8 lakhന്ന് ആ ഇയർക്കുള്ള എമൗണ്ട് എത്ര? 2 lakh എന്ത് ചെയ്യും? 2 lakh എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കും. ബാക്കി ഇനി എത്ര ഉണ്ട്? 8 ലക്ഷത്തിൽ 2 ലക്ഷം നമ്മൾ ഈ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ബാക്കി എത്ര ഉണ്ട്? 6 lakh അല്ലടാ, ബാക്കി 6 lakh ഉണ്ട്. ഈ 6 lakh അപ്പോൾ എന്ത് ചെയ്യും? ആ വർഷത്തെ 2025 ബാലൻസ് ഷീറ്റിനകത്ത് എന്ത് പറഞ്ഞിട്ട് കാണിക്കും? അസറ്റ്, അല്ലേ? എന്ത് അസറ്റ്? ഡെഫേർഡ് റവന്യൂ, അല്ലേ? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു അസറ്റ് അക്കൗണ്ടായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ 2 lakh പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ച് ഇയർ 1 പറയുന്നത് 2 lakh പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ച് ബാക്കി വരുന്ന 6 lakh ആ വർഷം എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടായിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും? കാണിക്കും. ഇനി ഇയർ 2 എന്ത് സംഭവിക്കുക? അഗൈൻ ഇയർ 2 എന്ത് സംഭവിക്കുക? എക്സ്പെൻസ് വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ബാലൻസ് ഷീറ്റിലെ കഴിഞ്ഞ പീരീഡിലെ ബാലൻസ് ഷീറ്റാണ്, അല്ലേ? രണ്ടാമത്തെ വർഷം ഉണ്ടാവുക. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എന്ത് കിടക്കുന്നുണ്ട്? ഈ 6 lakh കിടക്കുന്നില്ലടാ, ഉണ്ട്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കിടക്കുന്നുണ്ട് അസറ്റ് സൈഡിൽ. എന്ത് ചെയ്യും? ഇയർ 2 ഈ ഒരു എക്സ്പെൻസിൻ്റെ, അല്ലേ? ഇതിൻ്റെ ബെനിഫിറ്റ്, അല്ലേ? ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഏത്? മാച്ചിങ് കോൺസെപ്റ്റ്. അല്ലടാ, ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്? മാച്ചിങ് കോൺസെപ്റ്റ്, അല്ലേ? മാച്ചിങ് കോൺസെപ്റ്റ് എന്ത് പറയുന്നുണ്ട്? ഇൻകം എക്സ്പെൻസും മാച്ചായിരിക്കണം, സെയിം പീരീഡൊക്കെയുള്ളതായിരിക്കണം, അല്ലേ? അപ്പോൾ ഈ വർഷം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കമ്പനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. അതിനുള്ള ഒരു റീസൺ എന്തുകൂടെയാണ്? ഈ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു അഡ്വർടൈസിങ് എക്സ്പെൻസ് കൂടെ കാരണമാണ്, അല്ലേ? അപ്പോൾ എത്ര വർഷം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? 4 വർഷം കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ 4 വർഷം ഇൻകത്തിന് ഈക്വലായിട്ട് അതിൻ്റെ എക്സ്പെൻസും കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു 8 lakhന് എന്ത് ചെയ്യുന്നത്? 4 yearsക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇയർ 2 എന്ത് സംഭവിക്കും? ഈ 6 lakhന്ന് രണ്ടാമത്തെ വർഷത്തേക്ക് എത്ര എടുക്കും? 2 ലക്ഷം എടുക്കും. എങ്ങോട്ട് കാണിക്കും? അഗെയിൻ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കും. എന്തായിട്ട് കാണിക്കും? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഇനി ഇയർ 2 എൻഡ് ചെയ്യാണ്. ഓക്കെ, ഇയർ 2 എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് 6 lakh ഉണ്ടോ? ഇല്ല. 6 lakh നമ്മൾ വീണ്ടും 2 ലക്ഷം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ഇനി 4 lakh ഉണ്ടാവും. ഓക്കെയാണടാ. ഇനി ഇയർ 3 എന്ത് സംഭവിക്കും? അഗൈൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? 2 ലക്ഷം എവിടെ എടുക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കും. ഓക്കെ. ഇനി ഇയർ 3 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ബാലൻസ് ഷീറ്റിൽ എത്ര ഉണ്ടാവും? ഇനി ബാലൻസ് 2 ലക്ഷം. ഓക്കെ. ഇനി ഇയർ എവിടെ എത്തും? ഇയർ 4 ശേഷം ഇയർ 4 എന്ത് ചെയ്യും? ബാലൻസ് ഉള്ള 2 ലക്ഷം കൂടെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ച് കഴിഞ്ഞാൽ ആ ഇയറിൽ ഇനി ക്ലോസിങ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ? 0 ആയിട്ട് മാറും. അല്ലടാ, 4 വർഷം അതിന് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ആ 4 വർഷത്തിൽ എന്ത് ചെയ്തു? ഇത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. ബാലൻസ് വരുന്ന എമൗണ്ടിന് എന്ത് ചെയ്തു? അസറ്റ് സൈഡിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കാണിച്ചു വരും. ഓക്കെയാണടാ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുക? ബുക്സിൽ ട്രീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. എന്നാൽ ഇനി ബാക്കി എന്താ പറയുന്നത് നോക്കാം. ഓക്കെ. എന്താ പറയുന്നത്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ അക്കൗണ്ട്സിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നോക്കണ്ടേ? ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ എൻട്രീസ് ഒക്കെ എങ്ങനെ വരാമെന്നില്ല നോക്കണം അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഇനി എന്ത് പറയുന്നുണ്ട്? ഫസ്റ്റ് ഇയർ ഏതാ പറയുന്നത്? ഇയർ ഓഫ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന അല്ലേ? മീറ്റ് ചെയ്യുന്ന ഇയർ 2025. ഓക്കെ. 2025 എന്ത് ചെയ്യാനാണ് പറയുന്നത്? റെക്കോർഡഡ് ആസ് ആൻ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനീഷ്യലി ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ടൈമിൽ അതിനെന്ത് ചെയ്യും? ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെയാണടാ. ഒരു അസറ്റ് അക്കൗണ്ട് ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരിക? ഈ ഒരു 8 ലക്ഷം നമ്മൾ കൊടുക്കുന്നതിൻ്റെ എൻട്രി പാസ് ചെയ്യണം ബുക്കിൽ. എങ്ങനെ എൻട്രി പാസ് ചെയ്യാം? നോക്കിക്കോ, എന്താ പറയുന്നത്? ജേണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് ഇൻകറിങ് ദ എക്സ്പെൻസ്. എങ്ങനെ വരിക? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര? 8 lakh. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് അല്ലേ? ക്യാഷ് ഓർ ബാങ്ക് എന്ത് ചെയ്യും? കുറയും. അസറ്റ് എന്ത് ചെയ്യാണ്? കുറയാണ്. ടു ബാങ്ക് എത്ര? 8 lakh. ഓക്കെ. ഇത് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ടൈമിൽ. ഇനി ഫോർ ആനുവൽ അമോർട്ടൈസേഷൻ അല്ലേ? ഇത് അമോർട്ടൈസ് ചെയ്യണം, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യണം 4 വർഷത്തേക്ക്. അപ്പോൾ ഇയർ 1 അല്ലേ? ഫോർ എക്സാമ്പിൾ 2025 അല്ലേ? ഫസ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കാണിക്കണം. ഇപ്പോൾ ഇവിടെ അസറ്റായിട്ട് എത്ര കിടക്കുന്നുണ്ട്? 8 lakh കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ അമോർട്ടൈസ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്? എക്സ്പെൻസ് ആയതുകൊണ്ട് അല്ലേ? എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അസറ്റ് അക്കൗണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ എമൗണ്ട് അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ ബാലൻസ് എന്ത് ചെയ്യണം? എത്ര കുറയണം? 2 ലക്ഷം കുറയണം. ഇപ്പോൾ 8 ലക്ഷം അക്കൗണ്ടിനകത്ത് ബാലൻസ് കിടക്കുന്നുണ്ട്. ഈ ഒരു എൻട്രി പാസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 2 lakh കുറഞ്ഞ് ബാക്കി എത്ര ബാലൻസ് ഉള്ളൂ? 6 lakh ബാലൻസ് ഉള്ളൂ. എപ്പോൾ? ഇയർ 25 അല്ലേ? 2025 ഇനി അസറ്റായിട്ട് അതിൽ ബാലൻസ് എത്ര ഉള്ളൂ? 6 lakh ഉള്ളൂ. ഇനി ഇയർ 2 അല്ലേ? 2026 ഈ ഒരു എൻട്രീനെ റിപ്പീറ്റ് ചെയ്യുമോ? ഇതിന് റിപ്പീറ്റ് ചെയ്യുമോ? ഇല്ല. ഇത് നമ്മൾ എന്താ പറയുക? ഇനീഷ്യലി ആ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻട്രിയാണ് അല്ലേ? അപ്പോൾ അത് ഇനി എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. ഇനി ബാക്കി 3 വർഷങ്ങൾ, ഇനിയുള്ള 3 വർഷങ്ങളിൽ ഈ ഒരു എൻട്രി എന്ത് ചെയ്യും? എല്ലാ വർഷം എൻഡിലും റിപ്പീറ്റ് ചെയ്യും. എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലേ? ഇയർ 2 ഉണ്ടാവും. ഇയർ 3 എന്തുണ്ടാവും? ഇതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഓരോ വർഷം എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് എമൗണ്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഇയർ 1 8 lakh ഉണ്ടായിരുന്നു. അതിന് 2 lakh പോയി ബാക്കി എത്ര ഉണ്ട്? 6 lakh എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ അസറ്റിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ബാലൻസ് ഷീറ്റിനകത്ത്. ഇനി ഇയർ 2 എന്ത് ചെയ്യും? ഈ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ വീണ്ടും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ 6 ലക്ഷം ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ? 6 ലക്ഷം ബാലൻസ് ഉണ്ടായിരുന്നു. അതിന് എത്ര കൂടെ പോയി? 2 ലക്ഷം കൂടെ പോയി. ബാക്കി എത്ര ഉള്ളൂ? ഇനി 4 ലക്ഷം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ഇയറിൽ അഗൈൻ നമ്മൾ ഇയർ എൻട്രി പാസ് ചെയ്യും. അപ്പോൾ ഇന്ന് എത്ര കൂടെ കുറയും? 2 ലക്ഷം കൂടെ കുറയും. ബാക്കി എത്ര ഉണ്ടാവും? 2 ലക്ഷം കൂടെ ഉണ്ടാവും. ഇനി ലാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യും? അതിൽ ആകെ 2 ലക്ഷം ബാലൻസ് ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഇയർ എൻട്രി വീണ്ടും പാസ് ചെയ്യും. പിന്നെ ഇത് ബാലൻസ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഈ ബുക്കിൽ ട്രീറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? കംപ്ലീറ്റ് എക്സ്പെൻസും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇയറിൽ
എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് എന്തിന് എഗെയിൻസ്റ്റ് ആണ്? മാച്ചിങ് കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആണ്. കാരണം ആ ഒരു എക്സ്പെൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മോർ ദാൻ 1 ഇയർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻകം എക്സ്പെൻസ് എന്തായിരിക്കണം? മാച്ച് ആയിരിക്കണം. കണ്ടോ എങ്ങനെ വരുന്നത്? ബാലൻസ് ഷീറ്റിനകത്ത് എങ്ങനെ വരിക? ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിൻ്റെ അണ്ടറിൽ വരും അല്ലേ? അസറ്റിൻ്റെ അണ്ടറിൽ എന്തായിട്ട് കാണിക്കും? നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കൊണ്ട് കാണിക്കും. ഇയർ 1 എത്ര ഉണ്ടാവും? അതിൻ്റെ ബാലൻസ് 6 lakh ഉണ്ടാവും. ഇയർ 2 4 lakh ആവും. ഇയർ 3 2 lakh ആവും. ഇയർ 4 0 ബാലൻസ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഇയർ 1 എന്ത് ചെയ്യും? 2 lakh എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഇയർ 2 എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഇയർ 3 2 lakh എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അങ്ങനെ 4 വർഷം കാണിക്കും അല്ലേ? ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്? അസറ്റാന്ന് നമ്മൾ പറഞ്ഞു, അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇനീഷ്യലി അത് മീറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലേ എത്ര ഉണ്ടാവും? 8 ലക്ഷം ഉണ്ടാവും ഇയർ 1 തുടക്കത്തിൽ, ബിഗിനിങ്ങിൽ അല്ലേ? ഇനി ഇയർ 1 എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വർഷത്തേക്കുള്ള 2 ലക്ഷം ഇന്ന് കുറക്കും. ഇയർ 2 2 ലക്ഷം കുറക്കും. 3 കുറക്കും. 4 കുറക്കും. ലാസ്റ്റ് അതിൻ്റെ ബാലൻസ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും.